നമസ്കാരം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഒരു പുതിയ വീഡിയോയിലേക്ക്. മഴക്കാലമാണ്. പ്രായമായവരും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നടുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള വേദനകളുള്ള കാലം. അത് പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ കൂടുകയും ചെയ്യും. തണുപ്പ്, കാലുകളുടെ മരവിപ്പ്, കാലുകൾക്കുള്ള വേദന, അങ്ങനെയുള്ള ഇത്യാദി അസുഖങ്ങളില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അവർക്കുള്ളൊരു പ്രതിവിധി വളരെ നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു ചെറിയൊരു ഒറ്റമൂലിയാണ് പറഞ്ഞു തരുന്നത്. അതിന് കുറച്ച് സാധനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ളത്. ഒരു 30 ml നല്ലെണ്ണ എന്ന് വെച്ചാൽ നാടൻ ചക്കിലിട്ടാക്കിയ ആട്ടിയ എള്ളെണ്ണ. ഒറിജിനലായിരിക്കണം. ഈ കടകളിൽ നിന്ന് കിട്ടുന്ന എണ്ണകളല്ല. അത് മിക്കതും പാരഫിൻ വാക്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊഴുപ്പുകളോ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള എണ്ണകളായിരിക്കും. അത് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് നല്ലതല്ല. ഇത് ഉള്ളിലേക്ക് കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ല ശുദ്ധമായ എള്ളെണ്ണ 30 ml. വെളുത്തുള്ളി ഒരു 30 ഗ്രാം. ഒരു കൂട് വെളുത്തുള്ളിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 30 ഗ്രാം വരും. 30 ഗ്രാം വെളുത്തുള്ളി. അതുപോലെ കറിവേപ്പില ഒരു 30 ഗ്രാം. 2-3 തണ്ട് കറിവേപ്പില എടുത്ത് കഴിഞ്ഞാൽ അത് ഒരു 30 ഗ്രാം വരും. തിപ്പലി, ലോങ് പെപ്പർ എന്ന് പറയുന്ന തിപ്പലി 2 ഗ്രാം. ഒരു 3-4 എടുത്ത് കഴിയുമ്പോൾ തന്നെ 2 ഗ്രാം ആയിക്കോളും. കായം ഒരു ചെറിയ കഷ്ണം. പിന്നെ നമുക്കിതിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട സാധനം ചങ്ങലം വരണ്ട. ചങ്ങലം വരണ്ട എന്നുള്ള ഒരു ഔഷധ ചെടിയാണ്. ചങ്ങലം വരണ്ട 2 തുണ്ട്. അത് ഏകദേശം ഒരു തുണ്ട് 4 ഇഞ്ചോളം വരും. അപ്പോൾ 2 തുണ്ടാകുമ്പോൾ 8 ഇഞ്ച്. 8 ഇഞ്ച് നീളത്തിലുള്ള ചങ്ങലം വരണ്ട. അത് നല്ലപോലെ വൃത്തിയാക്കുക. അതിങ്ങനെ 3-4 സൈഡിലും മറ്റേ ഇതുണ്ടാവും, നാരുണ്ടാവും. ആ നാര് നീക്കിയിട്ട് അത് ഇത് ചെയ്യാം. ചിലർക്ക് ഇത് ചൊറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കഷ്ണം പുളി, വാളംപുളി ഒരു ചെറിയ കഷ്ണം. പിന്നെ വേണ്ടത് നമുക്ക് നാടൻ കോഴിമുട്ട ഒരെണ്ണം. ആദ്യം തന്നെ ഈ കറിവേപ്പില, തിപ്പലി, കായം, ചങ്ങലം വരണ്ട ഇവ വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കാം. നല്ലെണ്ണ ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ വെളുത്തുള്ളി നമ്മൾ ഉപ്പേരിക്കൊക്കെ അറിയുന്ന പോലെ ചെറുതായി അരിഞ്ഞ് അതിനകത്തിട്ട് മൂപ്പിക്കുക. ഒരു ഗോൾഡൻ കളർ വരുമ്പോൾ ഈ അരച്ച് വെച്ചിട്ടുള്ള കറിവേപ്പിലയും ചങ്ങലം വരണ്ടയും കൂടി അതിനകത്ത് ആ മിശ്രിതം അതിനകത്തേക്കിടുക. അതിനകത്തിട്ട് നല്ലപോലെ ഇളക്കുമ്പോൾ ഇതിനകത്തുള്ള വെള്ളം വറ്റി എണ്ണ മുകളിലേക്ക് പാറുന്നൊരവസ്ഥ വരും. ആ സമയമാകുമ്പോൾ നാടൻ കോഴിമുട്ടയുടെ മഞ്ഞക്കരു അതിനകത്ത് ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഒരു പേസ്റ്റ് രൂപത്തിലാവും. അത് പേസ്റ്റ് രൂപത്തിലാക്കി ഇറക്കി വയ്ക്കുക. തണുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് കഴിക്കുക. തുടർച്ചയായിട്ട് 21 ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഇത് ഒരാൾക്ക് ഒരു നേരത്തിനുള്ള കാര്യമാണ്. ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും 21 ദിവസം ഇത് ചെയ്യാം. മുട്ടുവേദന, നടുവേദന, കൈകാല് വേദന, എല്ലാത്തരം വേദനകളും, അതുപോലെ വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ,
ഈ പാർക്കിൻസൺ, പാരാലിസിസ് പോലുള്ള അസുഖങ്ങൾ, തൈറോയ്ഡ് മൂലം അനുഭവിക്കുന്ന വേദനകൾ, ഇതെല്ലാം തന്നെ ഇത് മാറ്റും. തുടർച്ചയായിട്ട് 21 ദിവസം കഴിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.